ഗായ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ അനാമിക. അപ്പോൾ നമ്മൾ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. +1 സ്റ്റുഡൻസിന് ഹെൽപ്പ് ആവുന്ന രീതിയിൽ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. കുറച്ച് പേർക്കെങ്കിലും അത് ഹെൽപ്ഫുള്ളായി ആ വീഡിയോ എന്നുള്ളത് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അതിനകത്ത് ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാനതിൽ വന്നിട്ടുള്ള എല്ലാ കമൻസിനും എനിക്ക് പറ്റുന്ന, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒട്ടുമിക്ക എല്ലാത്തിനും തന്നെ ഞാൻ ഒരു 52 സംതിങ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പറ്റുന്ന എല്ലാത്തിനും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഞാനിങ്ങനെ നമുക്ക് റിപ്ലൈ ആക്കി പറയാൻ പറ്റുന്നതിനേക്കാട്ടിലും കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചത് മാത്സ് എങ്ങനെയാണ് ചേച്ചി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മാത്സിൻ്റെ കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 1-2 പേര് എൻ്റെ അടുത്ത് കെമിസ്ട്രീൻ്റെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫിസിക്സും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് വരുന്ന ഡേയ്സിലായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒത്തിരി പേര് മാത്സിൻ്റെ കാര്യമാണ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ചേച്ചി മാത്സ് എങ്ങനെയാണ് പഠിക്കുക, മാത്സ് എന്താ ചെയ്യേണ്ടത്, മാത്സിൽ തീരെ മാർക്സ് കുറവാണ് മോഡലിലും ഇതിലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങളെക്കൊണ്ട് എന്തായാലും പറ്റും. അപ്പോൾ ആദ്യം നിങ്ങൾ തന്നെ ആ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുക, എന്നെക്കൊണ്ട് പഠിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുക എന്തായാലും. അപ്പോൾ പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ +1ഉം +2നും ഒക്കെ ഞാൻ ഈ കമൻറ്റിൽ ഏതോ ഒരു +1 ആണോ +2 ആണോ എന്നറിയില്ല, ടൈം ടേബിൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് മാർച്ച് 6ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കണ്ടത്. എനിക്കപ്പോൾ മാർച്ച് 5ന് വന്നിട്ട് ഇൻറ്റേർണൽ എക്സാം ഉണ്ട്. എനിക്ക് കോളേജിൽ എക്സാം വരികയാണ് 5th തൊട്ട്. അപ്പോൾ 5th തൊട്ട് ഒരു 10th വരെ എനിക്ക് എക്സാം ആയിരിക്കും. 5th തൊട്ട് 10th വരെ എനിക്ക് എക്സാം ആയിരിക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ മിക്കതും ഈ ഒരു 3-ാം തീയതി 4-ാം തീയതി ഒക്കെ ആകുമ്പോഴത്തേനും തന്നെ നമുക്ക് ആവശ്യമുള്ള സബ്ജക്റ്റിൽ നിന്നുള്ള മെയിനായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ എനിക്ക് ലെസൺസ് ചാപ്റ്റേഴ്സ് എത്രത്തോളം ഏതെങ്കിലും ഡിലീറ്റഡ് പോർഷൻ ഉണ്ടോ എന്നുള്ളത് അറിയില്ല. ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്റർ പറയുകയാണെങ്കിൽ +1 സെറ്റ്സ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ A യൂണിയൻ B, A ഇൻ്റർസെക്ഷൻ B അതൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ഒരു ലോസ് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിൾ ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, മാർക്ക് കിട്ടുന്നതാണ്. പിന്നെ കൂടുതലും ഫസ്റ്റ് സെക്ഷനിലൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് സെക്ഷനിലൊക്കെ ഇത് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് എല്ലാവരും പഠിക്കുക. അതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് കാര്യമായിട്ട് ഇങ്ങനെ എടുത്ത് പറയാനായിട്ടില്ല. ഇപ്പം A യൂണിയൻ B, A ഇൻ്റർസെക്ഷൻ B അത് കണ്ടുപിടിക്കുക. പിന്നെ പ്രൂഫ് ചോദിക്കും. അതായത് ഇപ്പം ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ നോക്കട്ടെ. ഫൈൻഡ് A complement and B complement and hence show that A union B whole complement equal to A complement intersection B complement. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ 2 എണ്ണം കണ്ടുപിടിച്ച് ഇതും അതും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് അതൊക്കെയാണ് കൂടുതലും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരിക. അപ്പോൾ അതൊന്നും അത്രയേ ഉള്ളൂ. മാത്സിലെ ഈ ഒരു ഫസ്റ്റ് 2 ലെസൺ +1 2 ലെസൺ വളരെ ഈസിയാണ്. അതൊന്നും ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ലെസൺ 2ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഇപ്പം കോർഡിനേറ്റ് ഞാനിവിടെ എഴുതി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം കേട്ടോ. A, B = C, D ആണെങ്കിൽ അതിൽ എയുടെയും സിയുടെയും വാല്യൂ ഈക്വൽ ആയിരിക്കും, ബിയുടെയും ഡിയുടെയും വാല്യൂ ഈക്വൽ ആയിരിക്കും. അതിപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയാനില്ല, പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറും പാറ്റേൺ മാറ്റിക്കൊണ്ടിരിക്കണോണ്ട് തന്നെ അതെങ്ങനെ ഇനി ചോദിച്ചാലും എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു സൈഡിൽ കൊടുക്കാം ഒരു 4 ഫോർമുലകളുണ്ട്. ഇപ്പോൾ f+g(x) = f(x+g)(x) അങ്ങനത്തെ ഒരു 4 സംഭവത്തിൻ്റെ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കും ചോദിക്കുക. പിന്നെ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ, അതായത് ഇപ്പോൾ A × B, B × A അങ്ങനെയുള്ള സാധനങ്ങളും കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്നുണ്ട്. പിന്നെ ഗ്രാഫ് വരയ്ക്കാനായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. വേറെ ഒന്നും ഇതിനകത്ത് കാണാനായിട്ടില്ല വലിയ കാര്യത്തിൽ. ഞാനിപ്പം റെഡിയാക്കി വെച്ചിരിക്കുന്നതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് കാണാം. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇഫ് P = -1, ഫോം P × P. അത് കോമൺ ആയിട്ട് എപ്പോഴും തെറ്റാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണത്. അതെന്തായാലും എല്ലാവരും ചെയ്ത് പഠിക്കുക ഈ ഒരു ലെസണിൽ നിന്ന്. അതുപോലെ തന്നെ നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം A to B കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യുക എന്നുള്ളത്, അതും ഞാൻ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയുന്ന ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഫോട്ടോ വെച്ചിട്ട് ഈ ഒരു സൈഡിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഇതിന്ന്. പിന്നെ ഡൊമൈൻ ആൻഡ് റേഞ്ച് കണ്ടുപിടിക്കുക, അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ തന്നെയാണ് നമുക്ക് ഇതിന്ന് വരാനുള്ളൂ. അത്രയാണുള്ളൂ. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഫോർമുല പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് മാത്രമായിട്ട് ഞാനിവിടെ സൈഡിൽ കൊടുക്കും. അപ്പം എല്ലാത്തിൻ്റെയും ക്വസ്റ്റ്യൻ ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം തന്നെ സൈഡിൽ ഇത് ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് വെച്ചിട്ട് അത് ആദ്യം എഴുതിയെടുക്കുക. ട്രിഗ്നോമെട്രിൻ്റെ ഒക്കെ ആണെങ്കിൽ അത് കാണാതെ പഠിക്കുക ആ ഒരു ഫോർമുലാസൊക്കെ.
എന്നിട്ട് മാത്രം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ല മാർക്ക് ഹൈ സ്കോർസ് കിട്ടുള്ളൂ. അപ്പോൾ ട്രിഗ്നോമെട്രിയിൽ അതാ കുറേ അധികം പ്രോബ്ലംസ് ഞാൻ ഈ ഒരു സൈഡിൽ കൊടുക്കുന്നുണ്ട്. അതൊക്കെ പഠിക്കുക, അതിൽ വെച്ചിട്ട് ചെയ്യാനുള്ളത് എഴുതാം. ഇനി കോംപ്ലക്സ് നമ്പർ ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിലേക്കാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും കോൺജുഗേറ്റ് ആൻഡ് മോഡുലസ് കണ്ടുപിടിക്കാം. ഈ 3 സാധനങ്ങൾ കണ്ടുപിടിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ 3ൻ്റെ ഫോർമുല ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോർമുല എന്തായാലും പഠിച്ചു വയ്ക്കുക. പിന്നെ ഉള്ളൊരു ലെസണാണ് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒത്തിരി ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഞാൻ ഇതേ രീതിയിൽ സൈഡിലായിട്ട് ഫോട്ടോസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫോർമുലയും കൂടെ നോക്കാം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആകെ ഒരു 5-6 ലെസണിലെ മാത്രം ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസും പ്രോബ്ലംസും മാത്രമാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പാർട്ട് 2 ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ ഇടുന്നതായിരിക്കും. വ്യൂസ് വരെ ഇത്രയും കമൻസ് വന്നതും കൊണ്ടുമാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തേക്കാമെന്ന് ഓർത്തപ്പോൾ പെട്ടെന്ന് ചെയ്തതാണ്. അപ്പോൾ ഞാനിപ്പം കോളേജിൽ പഠിക്കുകയാണല്ലോ, അപ്പോൾ അത് കാരണം +2 ഒക്കെ ആയിട്ട് ടച്ച് ഒന്ന് കുറച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ട്യൂഷൻ എടുക്കുന്നതുകൊണ്ട് വലിയ രീതിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ വേഗം ഒന്ന് പ്രിപ്പയർ ചെയ്ത് ഒരു 5-6 ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു 5-6 ചാപ്റ്റർ ഞാൻ ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ പാസ്സാവും അങ്ങനെയല്ല കേട്ടോ. ഇതിലത്തെ എന്തായാലും പഠിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് പറഞ്ഞതാണ്. സ്ട്രെയിറ്റ് ലൈൻസ് എന്നൊക്കെ അത്യാവശ്യം ഒത്തിരി ഫോർമുല ഉള്ളതാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാമല്ലോ. അപ്പോൾ ഒരു 2-3 ചാപ്റ്റേഴ്സ് മാത്രമാണ് ഇതിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ബാക്കിയുള്ള ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 2 ആക്കിയിട്ട് നെക്സ്റ്റ് ഡേ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ സൂൺ. ആൻഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അതാണ് എനിക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്നുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം കേട്ടോ. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബൈ.